Hi everyone, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഡെറിവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഡെറിവേഷൻ റെഗുലറായിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ റെഗുലറായിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹെഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് and bending moment. The figure shows a beam carrying a uniformly distributed load of W per unit length. Consider the equilibrium of the portion of the beam between section 11 and section 22. This portion is at a distance of x from the left support and is of length dx. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതിൻ്റെ അകത്ത് യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് 2 സെക്ഷൻ കൺസിഡർ ചെയ്യും, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ബീമിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ കൺസിഡർ ചെയ്യുന്നത്. ഓവറോൾ ബീമിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഈ സെക്ഷൻ എവിടെ നിന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഈ സെക്ഷൻ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഫസ്റ്റ് സെക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ്റെ ഇടയിലുള്ള ഒരു ബീമാണ് നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് ഇവിടെ താഴെ വരച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ ബീമിൽ നമ്മൾ എടുത്തേക്കുന്ന സെക്ഷൻ 11, സെക്ഷൻ 22 എന്ന് പറയുന്ന ആ ഒരു ബീമിൻ്റെ ചെറിയൊരു പാർട്ട്, അതിൻ്റെ ലെങ്ത്ത് ഡി എക്സ് ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ക്യാപിറ്റൽ എഫ്, അതിൻ്റെ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന എന്തായിരിക്കും? എഫ് പ്ലസ് ഡി എഫ്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എം ആണ്. റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എം പ്ലസ് ഡി എം. ഓക്കെ, ഇതൊരു അസംഷനാണ്. അതായത് ഒരു ബീമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് മാറി അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? എഫ് പ്ലസ് ഓർ മൈനസ് ഡി എഫ് ആണ് വരേണ്ടത്. നമുക്ക് പ്ലസ് ഡി എഫ് എന്ന് എഴുതാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ പ്ലസ് ഡി എഫ് എന്ന് നമ്മൾ ഇട്ടേക്കുന്നത് ആ ഡി എഫ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ സൈൻ നമുക്കിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. അത് പ്ലസ് ആയിരിക്കാം, മൈനസ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അസംഷൻ ആണ്, എഫ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്നത് എഫ് പ്ലസ് ഡി എഫ് ആയിരിക്കും. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് ക്യാപിറ്റൽ എം ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിൽ എം പ്ലസ് ഡി എം ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലോക്ക് വൈസും ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആയിരിക്കും പോസിറ്റീവ് മൊമെൻറ്റ് എന്ന് പറയുന്ന കേസിൽ വരുന്നത്. നിങ്ങൾക്കറിയാം അല്ലേ? സാഗിങ് ഫേസ്, സ്മൈലിംഗ് ഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇവിടെ, ക്ലോക്ക് വൈസ് ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ലെറ്റ് ക്യാപിറ്റൽ എഫ് ഈസ് ദ ഷിയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ 11 ആൻഡ് എഫ് പ്ലസ് ഡി എഫ് ഈസ് ദ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 22. ലെറ്റ് എം ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സെക്ഷൻ 11. എം പ്ലസ് ഡി എം ഈസ് ഈക്വൽ ടു ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സെക്ഷൻ 22. നമ്മൾ ഓൾറെഡി ഈ ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചെറിയ പാർട്ട് ഓഫ് ബീമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളും മൊമെൻറ്റുകളും എന്താണെന്ന് എഴുതാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? എഫ് ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ് അറ്റ് ദ സെക്ഷൻ 11. ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്യാം. ഇനി അടുത്ത റൈറ്റ് സൈഡിൽ എഫ് പ്ലസ് ഡി എഫ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അറ്റ് ദ സെക്ഷൻ 22. ഓക്കെ, ഇനി നോക്കിക്കേ, എഫ് പ്ലസ് ഡി എഫും അല്ലാതെ ഇതിൻ്റെ അകത്ത് എന്ത് ഷിയർ ഫോഴ്സ് കൂടി ഉണ്ട്? ഇവിടെ ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ലോഡ് കൂടി വരും. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി വന്നിട്ട് W പെർ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എന്തായിരിക്കും? W ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡി എക്സ്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ദ ലോഡ് W dx ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇത് മൂന്നുമാണ് ഈ ഒരു ചെറിയ പോർഷൻ ഓഫ് ബീമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. അടുത്തത് നമുക്ക് മൊമെൻറ്റ് നോക്കാം. എം ആക്ടിങ് ക്ലോക്ക് വൈസ് ഇൻ ദ ലെഫ്റ്റ്, എം ഈസ് ആക്ടിങ് ക്ലോക്ക് വൈസ് ഇൻ ദ സെക്ഷൻ 11 ആൻഡ് എം പ്ലസ് ഡി എം ഈസ് ആക്ടിങ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ സെക്ഷൻ 22. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന വാരിയസ് ഫോഴ്സസും മൊമെൻറ്റ്സും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചെറിയ പോർഷൻ ഓഫ് ബീം ഇക്വിലിബ്രിയത്തിലാണ് എന്ന് അസ്യൂം ചെയ്യാം.
ഇതാണ് നമ്മുടെ ബി. ഇവിടെ ആക്ട് ചെയ്യുന്നത് എഫ്, ഇവിടെ ആക്ട് ചെയ്യുന്നത് താഴത്തെ ഡയറക്ഷനിൽ എഫ് പ്ലസ് ഡി എഫ്, ഇത് ഡബ്ല്യു. ഇനി നമുക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 എഴുതി നോക്കാം. അതായത് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് അപ്വേർഡ് ഫോഴ്സിനെ പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ അപ്വേർഡ് ആയിട്ടുള്ള ഒരേ ഒരു ഫോഴ്സേ ഉള്ളൂ, അത് പോസിറ്റീവ്. ഡൗൺവേർഡ് ആയിട്ടുള്ള എന്തുണ്ട്, ഡബ്ല്യു ഡി എക്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് പ്ലസ് ഡി എഫ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് എഫ് മൈനസ് താഴെ ആക്ട് ചെയ്യുന്ന ലോഡ് മൈനസ് താഴെ ആക്ട് ചെയ്യുന്ന റൈറ്റ് സൈഡിലുള്ള ഷിയർ ഫോഴ്സ് എഫ് പ്ലസ് ഡി എഫ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എന്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഈ ബ്രാക്കറ്റ് അകത്തേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് മൈനസ് ഡബ്ല്യു ഡി എക്സ് മൈനസ് എഫ് മൈനസ് ഡി എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിനകത്ത് എഫും ക്യാൻസൽ ചെയ്യാമല്ലോ. ബാക്കി പോയിട്ട് എന്ത് വരും? ഈ റിലേഷൻ വരും. മൈനസ് ഡി എഫ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഡി എക്സ്. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ്, എഫ് എന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. മൈനസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ലോഡിങ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയ റിലേഷൻ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിലേഷൻ എന്താണ്? ലോഡിങ് ഡബ്ല്യുവും ഷിയർ ഫോഴ്സ് എഫും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ലോഡിങ് ആണ്. ഇനി സിമിലർലി ഇപ്പോൾ നമ്മൾ ഈ ഒരു ബീമാണ് കൺസിഡർ ചെയ്ത്, ഇവിടെ ഒരു എഫ് ഉണ്ട്, ഇവിടെ ഒരു മൊമെൻ്റ് എം ഉണ്ട്, ഇവിടെ താഴത്തേക്ക് എഫ് പ്ലസ് ഡി എഫ് ഉണ്ട്, ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് എം പ്ലസ് ഡി എം ഉണ്ട്, ഇവിടെ ഡബ്ല്യു ഉണ്ട്, ഇതിൻ്റെ ലെങ്ത് ഡി എക്സ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 2.2, ഇതാണ് സെക്ഷൻ 2.2 അല്ലേ? ഈ സെക്ഷൻ 2.2നെ വിത്ത് റെസ്പെക്ട് ടു മൊമെൻ്റ് എടുക്കാൻ പോവുക. സെക്ഷൻ 2.2നെ വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റ്. അപ്പോൾ നോക്കിക്കുക, റൈറ്റിൽ ക്ലോക്ക് വൈസ് ആയിട്ട് എം ആക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ പോസിറ്റീവ് എം. ഇനി അടുത്തത് എഫ് ക്ലോക്ക് വൈസ് ആണ് അല്ലേ? മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു ഡി എക്സ്, അതും പോസിറ്റീവ്. ഇനി അടുത്ത ഡബ്ല്യു ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ്സിലാണ്, അപ്പോൾ അത് മൈനസ് ഡി എക്സ്. അപ്പോൾ ലോഡായി. ഇനി ഇത് ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും? അതിൻ്റെ സെൻറ്ററിൽ നിന്ന് സെക്ഷൻ 2ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ d/2. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എം മൈനസ് ഡബ്ല്യു ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ 2 പ്ലസ് എഫ് ഡി എക്സ്. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ഉണ്ട്, അത് ഇങ്ങനെ എഴുതാം. മൈനസ് എം പ്ലസ് ഡി എം ഇസ് ഈക്വൽ ടു 0. ഈക്വൽ ടുവിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് എം പ്ലസ് ഡി എം ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ് ആകും. ഇനി നോക്കി, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് കളയാനുണ്ടോ? ഉണ്ട് അല്ലേ? ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോയാലും ബാക്കി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഡബ്ല്യു ഡി എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എഫ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. നമ്മൾ ഈ ഒരു ബീമിൻ്റെ ചെറിയൊരു പോർഷനാണ് കൺസിഡർ ചെയ്തത് അല്ലേ? ഈ ഒരു ബീമിൻ്റെ ചെറിയൊരു പോർഷൻ ഡി എക്സ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഡിസ്റ്റൻസിലുള്ള ചെറിയൊരു ബീമാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഡി എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ വളരെ ചെറുതായിരിക്കും. ഡി എക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റിയാണ്. ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ ചെറുതായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ഈക്വൽ ടു 0 ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? എഫ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എം. അവിടെ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ്. ഇവിടെ നിന്ന് നമുക്ക് എന്താ റിലേഷൻ കിട്ടിയത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴി, ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ലോഡാണ്. ലോഡിൽ നിന്നാണ് നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടുന്നത്, ഷിയർ ഫോഴ്സിൽ നിന്നാണ് നമുക്ക് മൊമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ചെയ്താൽ ലോഡ് കിട്ടും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് ചെയ്താൽ ഷിയർ ഫോഴ്സും കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. അതായത് ചെറിയ ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടും, അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് മൊമെൻറ്റ് കിട്ടും. അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ തൊട്ട് മുകളിലുള്ള ക്വാണ്ടിറ്റി കിട്ടും. അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് ചെയ്താൽ ഷിയർ ഫോഴ്സും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് റേറ്റ് ഓഫ് ലോഡിങ്ങിൻ്റെ ഡെറിവേഷൻ.